നമസ്കാരം പ്രിയമുള്ളവരെ. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളിലൊന്നായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ സർക്കാർ ട്രാൻസ്ഫർ ചെയ്തു. പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഈ തുകയുടെ വിതരണം നടത്തിയത്. പക്ഷേ നാളിതുവരെയായിട്ട് ഉണ്ടാകാതിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ കർഷകർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു വിഭാഗം കർഷകർക്ക് സഹായം 2000 രൂപ അക്കൗണ്ടിലേക്ക് ലഭിച്ചു. മറ്റൊരു വിഭാഗം ആളുകൾക്ക് ഇതുവരെയായിട്ട് തുക എത്തിച്ചേരുകയും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണ്? അതോടൊപ്പം തന്നെ എല്ലാ കർഷകരും, മുൻപൊക്കെ ആനുകൂല്യം ലഭിച്ചിരുന്ന എല്ലാ കർഷകരും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. തുക തടസ്സപ്പെട്ടിട്ടുള്ളത് സാങ്കേതികപരമായിട്ടുണ്ടായിരിക്കുന്ന പിഴവുകൾ മാത്രമാണ്. കേന്ദ്ര സർക്കാർ 9 കോടിക്ക് മുകളിൽ കർഷകർക്ക് നിലവിൽ ഈ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണമൊക്കെ നടത്തുമ്പോഴും DBT സംവിധാനം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം മുഖാന്തരമാണ് എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ശരിയാക്കും. പക്ഷേ തുക ചിലരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാതെ വരുന്ന സാഹചര്യം, അതായത് തിരികെ ഈ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ തുക എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നത്, ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ വരുന്ന, അതായത് റിട്ടേൺ ആവുന്ന ഒരു സാഹചര്യം, അതാണ് നിലവിലുണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക ലഭിക്കാത്തവർക്ക് ആ തുക അക്കൗണ്ടിൽ കയറിക്കോളും. 21 ഇൻസ്റ്റാൾമെൻറ്റിൽ ലഭിക്കാനുള്ള ചില കർഷകരുമുണ്ട്. അവർക്ക് 4000 രൂപയായിരിക്കും ഈ പ്രാവശ്യം ലഭിക്കുക. കാരണം ചില സമയത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തുക തടസ്സപ്പെട്ടിട്ടുള്ളത്. ഫെഡറൽ ബാങ്കിൽ ആനുകൂല്യം വാങ്ങുന്നവർ, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ ICICI ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇങ്ങനെ വിവിധ ബാങ്കുകളിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതായത് ഒരു വിഭാഗം ബാങ്കുകൾക്ക് മാത്രമല്ല, എല്ലാ ബാങ്കിലും ഈ രീതിയിൽ പല ബാങ്കുകളിലെ ഗുണഭോക്താക്കൾക്ക് ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. എന്നാൽ ഈ തുക വളരെ വൈകാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതിൽ സംശയം ഒന്നും തന്നെയില്ല. അർഹതയുള്ള എല്ലാവർക്കും ലഭിക്കും. എല്ലാവരും ഈ സമയത്ത് സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുകയാണ്. കാരണം നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണോ ഈ ആനുകൂല്യം മുടങ്ങിയതെന്ന്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും തുക വിതരണത്തിന് മുൻപും അറിയിച്ചിരുന്നു സ്റ്റാറ്റസ് പരിശോധിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന്. എല്ലാവരും സ്റ്റാറ്റസൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ തുക ലഭിക്കാത്തപ്പോൾ പല ഗുണഭോക്താക്കളും സ്റ്റാറ്റസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ തുക കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച മൂലമല്ല. നിലവിൽ വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലമുള്ള തടസ്സം മാത്രമാണിത്. ഈ സാങ്കേതിക തടസ്സം പരിഹരിച്ച് അടുത്ത വർക്കിംഗ് ഡേ മുതൽ തന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കയറും. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് ചിലർക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ പോലും ലഭിക്കാതിരിക്കുന്നവർക്ക് നിലവിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്രെഡിറ്റ് ആവും. നിലവിൽ ഓരോ മണിക്കൂറുകളുടെയും വ്യത്യാസത്തിൽ പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തുക ക്രെഡിറ്റ് ആയവർ ഏത് ബാങ്കിൽ തുക ക്രെഡിറ്റ് ആയി, എപ്പോൾ ക്രെഡിറ്റ് ആയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാവും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പ്, ഈ ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.